Hello, my dear friends. Today we are going to discuss some problems from the topic complex analysis. First one is the residue of 1 divided by 1 minus I all square at z is equal to I is. ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം നോക്കുക നമുക്കിവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഇസഡ് ടൈം ഒന്നും ഇല്ലല്ലേ അല്ലേ? പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് സെഡ് ഈസ് ഇക്വൽ ടു ഐ. അപ്പോൾ ഇവിടെ ഈ ഐക്കകത്ത് നമ്മൾ സെഡ് ഐക്ക് ഈസ് ഈക്വൽ സെഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുവാകും? എഫ് ഓഫ് എസ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഐക്ക് പകരം സെഡ് ഈസ് ഇക്വൽ ടു ഐ അല്ലേ? ഐക്ക് പകരം സെഡ് എന്ന് കൊടുത്ത് നോക്കുക. സോറി 1 മൈനസ് സെഡ് ഓൾ സ്ക്വയർ അറ്റ് സെഡ് ഈസ് ഇക്വൽ ടു ഐ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ഒരു സിംഗുലാർ പോയിൻ്റ് ഈ ഫംഗ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ഒരു സിംഗുലാർ പോയിൻ്റ് ഈ ഫംഗ്ഷനിൽ ഉണ്ടോ? നമുക്കറിയാം, ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ സിംഗുലാർ പോയിന്റ്? ജസ്റ്റ് പുട്ട് ദ ഡിനോമിനേറ്റർ ആസ് 0 അല്ലേ? സിംഗുലാരിറ്റി ഒക്കേഴ്സ് വെൻ ദ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 1 മൈനസ് സെഡ് ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? 1 മൈനസ് സെഡ് ഈസ് 0 തന്നെയാണ്. സ്ക്വയർ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെയാണ് ആ നമ്പർ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി ഇറ്റ് സെൽഫ് 0 തന്നെയാണ് അർത്ഥം അല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 മീൻസ് 1 മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു 0 ഇറ്റ് സെൽഫ്. സോ ഫ്രം ദിസ് വി വിൽ ഗെറ്റ് സെഡ് ഈസ് ഈക്വൽ ടു പ്ലസ് 1. സോ ഇവിടെ പോൾ ഉള്ളത് എവിടെയാണ്? ഒൺലി പോൾ ഈസ് അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു 1 മാത്രമേ പോളുള്ളൂ. അതായത് സെഡ് ഈസ് ഈക്വൽ ടു ഐയിൽ ഇതിന് പോളില്ല. സോ സെഡ് ഈസ് ഈക്വൽ ടു ഐയിൽ എന്താണ്? ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ എന്താണ്? റെസിഡ്യൂ വിൽ ബി എന്തായിരിക്കും? 0. ക്ലിയർ? നോക്കുക, നമുക്ക് സെഡ് ഈസ് ഈക്വൽ ടു ഐയിൽ റെസിഡ്യൂ ആണ് വേണ്ടത്. സെഡ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ ഐയിൽ ഒരു സിംഗുലാരിറ്റി ഫംഗ്ഷൻ ഇല്ല. സിംഗുലാരിറ്റി ഉള്ളത് എവിടെ മാത്രമേ ഉള്ളൂ? ഇസഡ് ഈസ് ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. സോ അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു 0യിൽ റെസിഡ്യൂ വിൽ ബി 0 ബിക്കോസ് ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the residue of 1 divided by tan z at z is equal to 0. The residue of 1 divided by tan z at z is equal to 0. ഓക്കെ, നമുക്കറിയാം 1 ബൈ tan z എന്ന് പറയുന്നത് എന്താണ്? കോട്ട് z ആണല്ലേ? എല്ലാവർക്കും അറിയാലോ 1 ബൈ tan z ഈസ് കോട്ട് z. നമുക്കറിയാം ദെൻ കോട്ട് z ഈസ് എന്താണ്? കോസ് ബൈ സൈൻ അല്ലേ? കാരണം എന്താണ്? tan എന്താണ്? സൈൻ ബൈ കോസ് ആയതുകൊണ്ട് കോട്ട് z ഈസ് cos z divided by sin z. Okay, and we want to calculate the residue of this 1 by tan z, that is cot z അല്ലേ? ഒന്നെങ്കിൽ 1 by tan z എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചോദിക്കാം? കോട്ട് z എന്നും ചോദിക്കാം. സോ അറ്റ് z is equal to 0. എന്ത് ചെയ്യുക? നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് കോസ് ബൈ സൈൻ z. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? കോസ് ബൈ സൈൻ ഇസഡ് ഒന്നെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ പറയാം, ഒരു മെത്തേഡിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ഇതാണ് കോസ് ഇസഡിൻ്റെ ടൈലർ എക്സ്പാൻഷൻ, ഇത് സൈൻ ഇസഡിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, സോ കോസ് ബൈ സൈൻ. ഇപ്പോൾ നോക്കുക, നമ്മുടെ ഇതിനകത്ത് നമ്മുടെ സൈനിനകത്ത് ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ടൈം ഇസഡ് ആണ് അല്ലേ? ഇസഡ് മൈനസ് എസ് ക്യൂബ് അങ്ങനെയല്ലേ പോകുന്നത്. ഞാൻ സൈനിൻ്റെ കേസിൽ എല്ലാ ടൈമിലും ഇസഡ് ഉള്ളത് കൊണ്ട് സൈൻ്റെ കേസിൽ എല്ലാ ടൈമിലും ഇസഡ് ഉള്ളത് കൊണ്ട് ഞാൻ ഇസഡ് കോമൺ ആക്കി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, സോ കോസിൻ്റെ ടൈം എന്താണ്? നമ്മുടെ 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടറിൽ അങ്ങനെ പോവുകയാണ്. സൈൻ്റെ കേസിൽ ഞാൻ ഒരു ഇസഡ് പുറത്തെടുത്തുകൊണ്ട് ഫസ്റ്റ് ടൈം എന്താവും? 1 ആകത്തില്ല, കാരണം ഇസഡ് പുറത്തെടുത്തു. സോ ഫസ്റ്റ് ടൈം 1, ദെൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരു ഇസഡ് പോകുമ്പോൾ എന്താണ്? ഇസഡ് ക്യൂബ് ഇസഡ് സ്ക്വയർ ആവും, കാരണം ഒരു ഇസഡ് ഞാൻ പുറത്തെടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഒരു 1 ബൈ സെഡ് ടൈം വന്നു. ബാക്കിയെല്ലാം എന്താണ്? ബാക്കി എല്ലാ ഒരു ടൈമിനും ബാക്കി ടൈമുകൾ ഞാനിവിടെ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈം കിട്ടും. ഡിവിഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണല്ലോ. സോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ടൈമാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റെഗുലർ പോയിൻറ്റ്സ് ആണല്ലോ, കാരണം ഇതൊന്നും ഡിനോമിനേറ്ററിൽ എന്തല്ല, ഡിനോമിനേറ്ററിൽ ഇസഡ് വാല്യൂ ടൈമുകളൊന്നുമില്ല. സോ ഇതെന്താണ്? ഇതെല്ലാം റെഗുലർ അല്ലെങ്കിൽ അനലിറ്റിക് പോയിൻറ്റ്സ് ആണ്. സോ നമുക്കറിയാം 1 ബൈ ഇസഡ് ടൈം ഉണ്ട്, ദെൻ ബാക്കിയെല്ലാം അനലിറ്റിക് ടൈംസ്. സോ എന്ത് ചെയ്യുക?
അതൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് 1/z. ദെൻ അപ്പം തന്നെ ക്രോസ് മൾട്ടിപ്ലൈ അല്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇസഡും സ്ക്വയർ പോയിട്ട് z/3 അങ്ങനെ ടേമുകൾ വന്നിട്ടേക്കും. സോ ദർ ഈസ് എ 1/z ടൈം ഈസ് ദെയർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ റെസിഡ്യൂ? നമുക്കറിയാം റെസിഡ്യൂ ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ദ 1/z ടൈം. നമുക്കറിയാം റെസിഡ്യൂ ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ദ 1/z ടൈം. വാട്ട് ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z ടൈം ഹിയർ? 1 അല്ലേ. ഹിയർ ദ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z ടൈം ഈസ് 1. സോ ദ ആൻസർ ഈസ് 1. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് കോട്ട് z അല്ലെങ്കിൽ 1/tan z അറ്റ് z=0 എന്നാണ് 1 ആണ്. അപ്പോൾ ഇതൊരു മെത്തേഡ്. ഈ നമ്മുടെ p/q ഫോം ഉണ്ടല്ലോ, അല്ലെങ്കിൽ p/q അല്ലെങ്കിൽ g/h, നിങ്ങൾക്ക് എന്തുപോലും വിളിക്കാം. ഒരു ഫ്രാക്ഷൻ ഫോമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ അല്ലേ. അതായത് ഇപ്പം g/h ഫോമിലാണ് ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ f/g എന്തുകൊണ്ടാകാം കേട്ടോ, g/h ഫോമിലാണ് ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ സിമ്പിൾ പോളും കൂടി ആണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റെസിഡ്യൂ ബൈ യൂസിങ് g of z0 divided by h dash derivative of h at z0. z0 is a singular point. കണ്ടീഷൻ പറയുന്ന ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് എടുത്ത ശേഷം z0 വാല്യൂ കൊടുക്കുമ്പോൾ അധികം 0 ആയിട്ട് പോകരുതേ. അപ്പോൾ അങ്ങനെയുള്ള കേസ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഫോമിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഡിനോമിനേറ്ററിൽ z0 വാല്യൂ കൊടുക്കുമ്പോൾ ആ ടൈം 0 ആയി പോകാൻ പാടില്ല. അങ്ങനെയുള്ള കേസ് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മുടെ tan z അല്ലെങ്കിൽ 1/tan z അല്ലെങ്കിൽ cot z എന്ന് പറയുന്നത് cos z ഡിവൈഡഡ് ബൈ sin z ആണ്. സോ എന്താണ് നമ്മുടെ g of x എന്ന് പറയുന്നത്, g of z എന്ന് പറയുന്നത് ഇവിടെ cos അല്ലേ. സോ നമുക്ക് എത്രയും വേണ്ടേ, നമുക്ക് z0 അല്ലേ വേണ്ട അല്ലേ. സോ cos 0 1. ദെൻ ഡെറിവേറ്റീവ് ഓഫ് sin z അല്ലേ അടുത്ത വേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് sin z എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് sin z ഈസ് cos അറ്റ് z0, ദാറ്റ് ഈസ് cos 0 അഗെയിൻ cos 0, ദാറ്റ് ഈസ് 1. മനസ്സിലായോ? ദാറ്റ് ഈസ് അപ്പോൾ എന്ത് വരും, 1/1 ഈസ് ഈക്വൽ ടു 1 വരും. സോ വി ക്യാൻ ഓൾസോ ഫോളോ ദിസ് മെത്തേഡ് ഓൾസോ, because at z0 it is a simple pole, so you can follow this method also. Okay, numerator function at z0 divided by denominator function derivative at z0. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ z0 കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അത് 0 ആയി പോകാൻ പാടില്ല. ഇവിടെ 0 ആയി പോയില്ല, കാരണം cos 0 എന്ന് പറയുന്നത് 1 ആയി. സോ 1/1 1 വരും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, കൺസിഡർ എ കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് സർക്കുലർ കോണ്ടൂർ z=1 അല്ലെങ്കിൽ മോഡ് z=1 ഉദ്ദേശിച്ചേക്കുന്നത് എബൌട്ട് ദ ഒറിജിൻ. അതായത് ഇതിനർത്ഥം എന്താണ്, എ സർക്കിൾ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് കോണ്ടൂർ, എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 1 അല്ലേ. ഈ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 1 ആണ് ഇത്. And here the function is given as z sin z divided by z minus pi whole square. Z sin z divided by z minus pi whole square. Z sin z divided by z minus pi whole square. Okay. So then what is the value of this integral over this contour? And the first find the singularity. That is put the denominator z minus pi square 0. That means z minus pi is equal to 0. That means z is equal to pi. That is the z0 value. That is singular point is at z is equal to pi. Ini what is the value of pi? നമുക്കറിയാം പൈ എന്നാണ് 3.14 ആണല്ലേ. അപ്പോൾ ഈ പൈയുടെ വാല്യൂ അല്ലെങ്കിൽ 3.14 എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ കോണ്ടൂറിൻ്റെ അകത്ത് വരുന്ന പോയിന്റ് ആണോ? ഈ കോണ്ടൂറിൻ്റെ അർത്ഥം എന്താണ്, എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 അല്ലേ, 0 0 ആൻഡ് റേഡിയസ് 1. അപ്പോൾ ഇത് 1, ഇത് -1, ഇത് 1,
ഇത് മൈനസ് ഇതാണ് കോംപ്ലക്സ് പ്ലെയിനിലെ കോണ്ടൂർ. നോക്കുക 0 0 സെൻറ്റർ. സോ ഇപ്പം 3.14 എന്ന് പറയുന്ന വാല്യൂ എവിടെ വരും? ഏകദേശം ഇവിടെ വരും അല്ല 3.14 എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് പോളല്ല, അർത്ഥം തന്നെ നമ്മുടെ കോണ്ടൂരിനകത്ത് വരുന്ന പോയിന്റ് അല്ല. സോ എന്താണ്? അപ്പം ഈ ഒരു കോണ്ടൂരിനകത്ത് ഇത് സിംഗുലാർ പോയിന്റ് അല്ല. സോ ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ഇൻ ദിസ് ഇൻസൈഡ് ദിസ് കോണ്ടൂർ. അനലിറ്റിക് ആയതുകൊണ്ട് എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ? Integral will be 0 because the function is analytic and a singular point is outside the contour. So this is analytic in this contour. So the function is analytic because, and then the integral will vanish because of the Cauchy integral theorem. So answer will be 0. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിംഗുലാർ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുവാനും തന്നിരിക്കുന്ന കോണ്ടൂരിനകത്താണോ പുറത്താണോ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ദെൻ integral z square divided by z square minus 6z plus 8 over the contour z is equal to 3. ഇതിനകത്തൊന്നാണ് a circle with the center at 0 0 and radius 3 here. എന്ത് ചെയ്യുക? ഫസ്റ്റ് find the singularities, that is put z square minus z6z plus 8 is equal to 0. അല്ലേ? ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് മറ്റേ ഇക്വേഷൻ ഇല്ല നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നുള്ള സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇക്വേഷൻ ഇല്ല. അതായത് എന്താണ് സം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ 0 എന്നുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻറ്റു z മൈനസ് 2 ഇൻറ്റു z മൈനസ് 4 അല്ലേ? അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം ആഡ് ചെയ്യുമ്പോൾ 6ഉം പറഞ്ഞു അല്ലേ? അതായത് മൈനസ് 2 ഇൻറ്റു മൈനസ് 8 സോറി മൈനസ് 2 ഇൻറ്റു മൈനസ് 4 8 മൈനസ് 2 പ്ലസ് മൈനസ് 4 മൈനസ് 6. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പം 8ഉം ആഡ് ചെയ്യുമ്പം മൈനസ് 6ഉം. സോ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. സോ ദാറ്റ് മീൻസ് z മൈനസ് 2 ഈസ് 0. ദാറ്റ് മീൻസ് z ഈസ് ഈക്വൽ ടു 2. ഓർ z minus 4 is equal to 0. That means z is equal to 4. So രണ്ട് സിംഗുലാർ പോയിന്റ് കിട്ടി. ഇത് പോൾസ് അല്ല, ശരിക്കും ഇതൊരു എന്താണ് സിംഗുലാരിറ്റീസ് ആണ്. പോൾസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പോൾസ് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടൂരിനകത്ത് വന്നാൽ മാത്രമേ എന്തുള്ളൂ അത് പോളാകത്തുള്ളൂ. ഓക്കെ, so singularities are at z is equal to 2 and z is equal to 4. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കോണ്ടൂരിനകത്ത് വരുന്ന കാര്യങ്ങളാണോ? നോക്കുക, നമ്മുടെ കോണ്ടൂർ എന്താണ്? സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 3. സോ എന്താണ്? only this point is all inside and this is outside. കാരണം 4 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഡെഫിനറ്റ്ലി ഔട്ട്സൈഡ് ആയിരിക്കും, കാരണം നമുക്ക് റേഡിയസ് 3 ഉള്ളൂ അല്ലേ? സോ 4 വിൽ ബി ഡെഫിനറ്റ്ലി ഔട്ട്സൈഡ്. സോ നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. So only this point is inside and this is outside. So എന്ത് കണ്ടുപിടിക്കുക? So calculate the residue at the z is equal to 2. We can use the formula for the simple pole. അല്ല എന്താണ്? Limit z tends to z0 z minus z0 into f of z. അല്ലേ? And here z0 is 2. That is limit z tends to 2 z minus 2 into what is f of z ഫംഗ്ഷൻ അല്ലേ? z സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്മുടെ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിയ പോലെ എഴുതുക. ഈ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിയില്ലേ, അതിങ്ങനെ എടുത്ത് എഴുതുക. z മൈനസ് 2 ഇൻറ്റു z മൈനസ് 2. സോ z മൈനസ് 2നും z മൈനസ് 2നും ക്യാൻസലായി പോകുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഈ ബാക്കിയുള്ള ടൈമിന് കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് പുട്ട് z as 2. ദാറ്റ് ഈസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 4.
അല്ലേ? കാരണം സെഡ് മൈനസ് ടു ക്യാൻസലായി പോയിട്ടില്ലേ? കാരണം സെഡ് മൈനസ് ടു ക്യാൻസലായി പോയി. ദെൻ 2 square divided by 2 minus 4, that is 4 divided by minus 2, that is minus 2. So residue is obtained as minus 2. So what is the value of the integral? That is 2 pi I into residue, that is 2 pi I into minus 2, അല്ലേ? That is minus 4 pi I is the value of this integral over this contour, minus 4 pi I. Clear? Okay, the function is given as 1 divided by z square minus 1. Right? In the contour given by x square plus y square is equal to 4. നോക്കുക here, നോക്കുക ഇവിടെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ, ഡയറക്റ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ആർ സ്ക്വയർ, അല്ലേ? നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ. സോ ഹിയർ ആർ സ്ക്വയർ, ഇവിടെ എന്താണ്? ആർ സ്ക്വയർ ആണ് എന്ത്? 4. നമ്മുടെ മോഡ്സിൻ്റെ പോലെ അല്ല, ആർ സ്ക്വയർ ആണ് 4. ഹിയർ ആർ സ്ക്വയർ ഈസ് 4. ദാറ്റ് മീൻസ് ആർ ഈസ് ഈക്വൽ ടു എന്ന് എടുക്കാം. ആർ ഈസ് ഈക്വൽ ടു 2. റേഡിയസ് ഇല്ല, അപ്പോൾ നെഗറ്റീവായി വരത്തില്ല. -2 എടുക്കണ്ട, കാരണം ആർ സ്ക്വയർ 4 ആകുമ്പോൾ ആർ എന്ന് പറഞ്ഞാൽ +4 - 2 ആകാം. ഇത് റേഡിയസ് ആയതുകൊണ്ട് റേഡിയസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ വി ക്യാൻ ടേക്ക് ആർ എസ് +2. ഓക്കെ, ദെൻ ദ ഓക്കെ, സോ ദിസ് ഫങ്ഷൻ ഹാവ് നോ സിമ്പിൾ പോൾ ആണോ? നോക്കുക, നമുക്ക് z² - 1 എന്ത് ചെയ്യുക? z² - 1 ഒന്നെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ 0 കൊടുക്കുമ്പോഴേക്കും എന്ത് കൊടുക്കും? z² ഈസ് ഈക്വൽ ടു +1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് z ഈസ് ഈക്വൽ ടു +or -1. അപ്പോൾ സിമ്പിൾ പോൾ ആണല്ലേ? സിമ്പിൾ പോൾ ആണ്. സോ സിമ്പിൾ പോൾ ആണ് അറ്റ് z ഈസ് ഈക്വൽ ടു +1 ആൻഡ് z ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ എ സിമ്പിൾ പോൾ അറ്റ് z ഈസ് ഈക്വൽ ടു 1 ഉണ്ട്. ഓക്കെ, ആൻഡ് 2 സിമ്പിൾ പോൾസ് അറ്റ് z ഈസ് ഈക്വൽ ടു +or -1 ഉണ്ട്. അത് ശരിയാണ്. ദെൻ അപ്പോൾ അതല്ല കറക്റ്റ് ആൻസർ. 2 സിമ്പിൾ പോൾസ് അറ്റ് z ഈസ് ഈക്വൽ ടു +or -1. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ഹിയർ I am going to find out the residue of these simple poles, and I can use this formula. നമ്മുടെ സിമ്പിൾ പോളിൻ്റെ റെസിഡ്യൂവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം അറ്റ് z ഈസ് ആദ്യം എന്ത് ചെയ്യാം? രണ്ട് പോളും എന്താണ്? നമ്മുടെ കോണ്ടൂരിനകത്ത് വരുന്നതാണല്ലേ, കാരണം റേഡിയസ് 2 ആയതുകൊണ്ട് തന്നെ +or -1 ഇവിടെ വരും. സെൻറ്റർ 0 0 ആണ്, റേഡിയസ് 2 ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് +or-1 രണ്ട് പോയിന്റ് ഇവിടെ വരും. നമ്മുടെ സർക്കിളിനകത്ത് അല്ലെങ്കിൽ കോണ്ടൂരിനകത്ത് വരുന്ന പോയിന്റാണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റെസിഡ്യൂ ഓഫ് ദീസ് 2 പോയിന്റ്സ്. സോ അറ്റ് z ഈസ് 1, റെസിഡ്യൂ ഈസ് എന്താണ്? ലിമിറ്റ് z ടെൻഡ്സ് ടു 1, z - z0ക്ക് പകരം z - 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ z² -1നെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തപോലെ അത് എഴുതുക. ദാറ്റ് ഈസ് z - 1 ഇൻറ്റു z +1. ഓക്കെ, ഇതുകൂടി എന്തുകൊണ്ട് ക്യാൻസലായി പോകുന്നു. ദാറ്റ് ഈസ് ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 + 1, കാരണം ഇത് ക്യാൻസലായി പോയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഓക്കെ അല്ലേ? ഇത് ക്യാൻസലായി പോകുന്നു. ദെൻ ബാക്കി ടേംസ് എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 1/2 എന്ന് കിട്ടും. അതേപോലെ അറ്റ് z ഈസ് -1 എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പം z +1 ആവുക, കാരണം എന്താണ്? z - z0 അല്ലേ? അതെന്താവും? z -1 ആവും അല്ലേ? ദാറ്റ് ഈസ് z +1 ആവും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. z +1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ z -1 ഇൻറ്റു z +1. ഇവിടെ എന്താണ്? നമ്മുടെ z +1ഉം z +1 ക്യാൻസലായി പോകുന്നു. ദെൻ ബാക്കി എന്ത് ചെയ്യുക? z ഈസ് ഈക്വൽ ടു -1 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ -1 -1, ദാറ്റ് ഈസ് -2, ദാറ്റ് ഈസ് -1/2 കിട്ടി. സോ രണ്ട് പോയിന്റിൽ എന്ത് കിട്ടി? നമുക്ക് റെസിഡ്യൂ കിട്ടി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ? ദാറ്റ് ഈസ് 2 pi I ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്, അല്ലേ? ദാറ്റ് ഈസ് 2 pi I ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഫസ്റ്റ് 1/2 പ്ലസ് -1/2, ദാറ്റ് ഈസ് 1/2 - 1/2, ദാറ്റ് ഈസ് 0. നോക്കുക, നമുക്ക് രണ്ട് പോയിന്റിലും നമ്മുടെ കോണ്ടൂരിനകത്തായിരുന്നു. രണ്ട് പോയിന്റ് നമുക്ക് റെസിഡ്യൂവിന് വാല്യൂ കിട്ടി എങ്കിൽ പോയി നോക്കുക, ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഈസ് 0 ബിക്കോസ് ദേ ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്.
during integration. Okay, so this type of problem can be also asked. Then the residue of the complex function z cube minus z square plus 1 divided by z cube at infinity. Okay, അപ്പോൾ ഞാൻ ഒരു മെത്തേഡ് പറയാം. നോക്കുക, ഇസഡ് ക്യൂബ് മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സെഡ് ക്യൂബ് ആണ്. എന്ത് ചെയ്യുക, ഓരോ ടൈമിൽ എന്ത് കൊടുക്കുക, സെഡ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെഡ് ക്യൂബ് ഡിവൈഡ് ബൈ സെഡ് ക്യൂബ് 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ സെഡ് ക്യൂബ് 1 ബൈ സെഡ് പ്ലസ് 1 divided by z cube, that is 1 by z cube. This is the actual the function. Okay, അപ്പോൾ നമുക്ക് ശരിക്കും റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റിക്ക് ഒരു ഇക്വേഷൻ നമുക്ക് പ്രത്യേകം ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ അതിന് പകരം ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോവാം. അതായത് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ആയിട്ടുള്ള സം ഓഫ് റെസിഡ്യൂസ് അറ്റ് ഫൈനൈറ്റ് പോൾസ് പ്ലസ് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്തായിരിക്കണം, മസ്റ്റ് ബി 0. ദാറ്റ് മീൻസ് residue at infinity will be minus of residue at finite poles. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 1 ഒരു റെഗുലർ അല്ലെങ്കിൽ അനലിറ്റിക് പോയിന്റ് ആണ്. മൈനസ് 1 ബൈ ഇസഡ് ടൈം ഉണ്ട് ഇവിടെ അല്ലേ. ഇവിടെ 1 ബൈ ഇസഡ് ക്യൂബാണ്. അപ്പോൾ 1 ബൈ ഇസഡ് ടൈമുള്ള ഒറ്റ ടൈമേ ഉള്ളൂ. 1 ബൈ ഇസഡ് ക്യൂബൊക്കെ എന്തായിരിക്കും, അനലിറ്റിക് പോയിന്റ് ആണ്, റെഗുലർ പോയിന്റ് ആണ്. 0 ആയിട്ട് നമുക്ക് ഇസഡ് 0 ആയിട്ട് പോകും. കാരണം ഇവിടെ 1 ബൈ ഇസഡ് ടൈമുള്ള ഒരു ടൈം ഉണ്ട്. അപ്പം നമുക്കറിയാം 1 ബൈ ഇസഡ് ടൈമിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത് റെസിഡ്യൂ എന്ന് പറയുന്നത് അല്ലേ. 1 ബൈ ഇസഡ് ടൈമിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ത്, റെസിഡ്യൂ എന്ന് പറയുന്നത്. ഹിയർ ദ കോയിഫിഷ്യൻ്റ് ഓഫ് 1 ബൈ ഇസഡ് ടൈം ഈസ് -1. നോക്കുക, -1 ആണ് 1 ബൈ ഇസഡ് ടൈമിൻ്റെ കോയിഫിഷ്യൻ്റ്. സോ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി വിൽ ബി മൈനസ് ഓഫ് റെസിഡ്യൂ അറ്റ് ഫൈനൈറ്റ് പോൾ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് residue at a finite pole. Here it is -1. So minus of -1, that is +1. So residue at infinity is +1. Answer B, option B. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി നോക്കുക, മൈനസ് ലിമിറ്റ് z ടൈംസ് ടു ഇൻഫിനിറ്റി z ഇൻറ്റു എഫ് ഓഫ് z എന്ന ഇക്വേഷൻ നമുക്കുണ്ടല്ലേ. ഞാനത് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോക്കാം. ദാറ്റ് ഈസ് ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ദിസ് ഫംഗ്ഷൻ. ഒരു ഇസഡും ക്യാൻസൽ ആയിട്ട് പോയിട്ട് ഇസഡ് സ്ക്വയർ ഡിനോമിനേറ്ററിൽ വരും. ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഇസഡ് -1 പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, -1 ഉണ്ട്, ലിമിറ്റ് അപ്ലൈ ചെയ്ത് -1 ഉണ്ട്, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എന്ത്, ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നു. നോക്കുക, ഈ ഒരു ടൈമിലേക്ക് ഞാൻ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, ഇസഡിന് ഇൻഫിനിറ്റി കൊടുക്കേണ്ടി വരും അല്ലേ. സോ ദിസ് ടൈം അഗെയിൻ വിൽ ബിക്കം ആൻ ഇൻഫിനിറ്റി. നോക്കുക, ദിസ് ടൈം അഗെയിൻ വിൽ ബിക്കം ആൻ ഇൻഫിനിറ്റി. സോ ദിസ് ഷോസ് ദാറ്റ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ബ്ലോ, ദാറ്റ് ഈസ് ഇറ്റ്സ് ഡൈവേജേഴ്സ്. നോക്കുക, അപ്പോൾ ഈ കേസിൽ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ടൈപ്പ് ഓഫ് കേസിൽ നമുക്ക് ഈ മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു ഫോളോ ദിസ് അപ്രോച്ച്. അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ പോൾ ഓഫ് ഇസഡ് 0യിൽ പോൾ ഓഫ് ഓർഡർ 3 ആണ്. സോ പോൾ ഓഫ് ഓർഡർ എമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ -1 എന്ന് കിട്ടും റെസിഡ്യൂ. പോൾ ഓഫ് ഓർഡർ എമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യുക, ഇവിടെ പോൾ ഓഫ് ഓർഡർ 3 ആണ്, ആ ഇക്വേഷൻ വെച്ച് റെസിഡ്യൂ കണ്ടുപിടിക്കുക. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ്. സോ ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഓൺലി വെൻ ദ ലിമിറ്റ് ഈസ് ഫൈനൈറ്റ്, ദാറ്റ് ഈസ് വെൻ ദ ഫംഗ്ഷൻ ബിഹേവ്സ് ലൈക്ക് 1 ബൈ ഇസഡ് അറ്റ് ഇൻഫിനിറ്റി. കാരണം എന്താണ്, അല്ലെങ്കിൽ എന്താണ്, മുകളിൽ z ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാവും, ഇൻഫിനിറ്റി പിന്നെ കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ എൻ്റർ ഉണ്ടാവും, പിന്നെ ഇൻഫിനിറ്റിയിലേക്ക് പോകും, ഡൈവേർജ് ചെയ്യും. ഓക്കെ, സോ എന്താണ്, ഈ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ ഫൈൻ ദിസ് ഇൻ്റഗ്രൽ. ഇപ്പോൾ നോക്കുക, ഇവിടെ എന്ത് ചെയ്യണം, എന്താ, നോ കോണ്ടൂർ ഈസ് ഗിവൺ. ഹിയർ
the contour is not given. Okay, what are the singular points here? That is, singular points എന്തൊക്കെയാണ് എന്ത് ചെയ്യുക? Put z into z plus 2 is equal to 0. That means z is equal to 0 or z plus 2 is equal to 0. That means z plus 2 is equal to 0 means z is equal to minus 2. Okay. അപ്പോൾ ഏതൊക്കെ പോയിന്റ് അകത്ത് വരും, ഏത് പോയിന്റ് പുറത്ത് വരും? അറിയില്ല അല്ലേ? കാരണം എന്താണ്? ഹിയർ ദ കോണ്ടൂർ ഈസ് നോട്ട് ഗിവൺ. In such kind of case, in such cases, you can consider the contour as unicircle. You can consider the contour as unicircle. അപ്പോൾ കോണ്ടൂർ തന്നില്ലാത്ത കേസുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? You can consider or take the contour as a unicircle. That is circle with the center at 0, 0 and radius 1. That is mod z is equal to 1. So in this case, only this point, that is z is equal to 0, is inside. This point is outside. അല്ലേ? കാരണം -2 will be എന്തായിരിക്കും? Outside the unicircle ആയിരിക്കും. Okay, then find the residue at z is equal to 0. ഓക്കെ, അത് എന്താണ്? നമ്മുടെ സിമ്പിൾ പോയിന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ സെറ്റ് മൈനസ് സെറ്റ് 0 അല്ലേ? ദാറ്റ് ഈസ് സെറ്റ് മൈനസ് സെറ്റ് 0 ഈസ് സെറ്റ് മൈനസ് 0, ദാറ്റ് ഈസ് സെറ്റ് ഇസ് ഇറ്റ് സെൽഫ് ഇൻറ്റു എഫ് ഓഫ് ഇസ്, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ സെറ്റ് ഇൻറ്റു സെറ്റ് പ്ലസ് 2. ഇപ്പം ഇങ്ങനെ വരും അല്ലേ? ഇത് കൊടുക്കുക, ഇസഡിന് 0 അപ്ലൈ ചെയ്യുക. ഇവിടെ ഇസഡ് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകുന്നു. ദെൻ 1 divided by 0 plus 2, that is 1 by 2. So residue is given as obtained as 1 by 2. So what is the value of the integral? 2 pi I into residue, that is 2 pi I into pi by 2. That is 2 into cancel ആയി പോകുന്നു, pi I. So pi I is the answer. Option A is the answer. The പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. If contour is not given, you can consider the contour as unicircle, that is mod z is equal to 1, and solve the problem. Clear? Consider this function. Find the residue at the pole. So here the function is e raised to z divided by z cube. അപ്പോൾ നിങ്ങൾ ഇവിടെ 1 by z ടേം ഇല്ല, 1 by z ക്യൂബ് ടേം ആണ്. അതുകൊണ്ട് റെസിഡ്യൂ വിൽ ബി എന്നായിരിക്കും 0 എന്ന് എഴുതരുത്. കാരണം ഇവിടെ 1 by z ടേം അല്ല ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ അതെപ്പോഴാണ് ഫോളോ ചെയ്യുന്നത്? ദാറ്റ് ക്യാൻ ബി ആപ്ലിക്കബിൾ ഓൺലി വെൻ ന്യൂമറേറ്റർ ഈസ് 1. ഹിയർ ന്യൂമറേറ്റർ ഈസ് നോട്ട് 1. ഹിയർ ന്യൂമറേറ്റർ ഈസ് സം ഫങ്ഷൻ e raised to z. So in this case we can apply that. Okay. So here function is e raised to z divided by z cube, and the pole or singularity is at എന്താണ്? z cube is equal to 0. So pole of order 3 ആണല്ലേ? z cube 0 means z is equal to 0 itself, and it is a pole of order 3. So we have to use the formula for pole of order m. This is the formula for pole of order m. അത് നിങ്ങൾക്കറിയാം അല്ലേ? This is the formula for pole of order m in the equation ആണിത്. Here pole of order 3 ആയതുകൊണ്ട് m 3യും, what is z0? z0 is 0. So use the formula, that is 1 divided by 3 minus 1, that is 2 factorial into limit z tends to z0. z0 is 0 here. So z tends to 0. Then എന്താണ്? m minus 1 2 അല്ലേ? So second derivative വരും അല്ലേ? That is d square divided by dz square into z minus z0. That is z itself raised to m. That is z cube into function e raised to z divided by z cube. അല്ലേ? അപ്പോൾ z cube ക്യാൻസൽ ആയി പോകുന്നു. Then solve
സോൾവ് ദിസ് ഡിഫറൻഷ്യൽ. അതായത് സിമ്പിൾ നമ്മളെ ഇ റേസ് ടു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 2 പ്രാവശ്യം, അത് തന്നെയല്ലേ, കാരണം ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ഇസഡ് ഈസ് ഇ റേസ് ടു ഇസഡ് ഇറ്റ്സെൽഫ് അല്ലേ. സോ അറ്റ് സെഡ് ഈസ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ അറ്റ് സെഡ് ഈസ് ഇക്വൽ 0 എന്താണ് ഇ റേസ് ടു ഇസഡ് ബിക്കം ഇ റേസ് ടു 0, ദാറ്റ് ഈസ് 1 ബിക്കോസ് ഇ റേസ് ടു 0 ഈസ് 1. സോ ദ വാല്യൂ ഈസ് ഈ 1/2 മാത്രം, 1/2 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1/2. So this is the value of the residue, that is 1/2 is the value of residue. Okay, also you can follow, ഞാനിവിടെ പറഞ്ഞത് ഈ പോൾ ഓഫ് ഓർഡർ എമ്മിൻ്റെ ഇക്വേഷൻ പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, യു ക്യാൻ ഓൾസോ യൂസ് ദ വെരി ഫാസ്റ്റ് ട്രിക്ക്, ദാറ്റ് ഈസ് എന്താണ്, നമ്മൾ ഇ റേസ് ടു ഇസഡിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇ റേസ് ടു ഇസഡിൻ്റെ എക്സ്പാൻഷൻ എന്ത് ചെയ്യുക, സെഡ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എല്ലാ ടൈമിലും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് വരും, അവിടെ ഒരു 1/z ടൈം വരും, ഒരു 1/z ടൈം വരും. അതിന് കോയിഫിഷ്യൻ എന്താണ്, 1/2 ആണ്. നമുക്കറിയാം 1/zൻ്റെ കോയിഫിഷ്യൻ ആണ് എന്ന് പറയുന്നത് റെസിഡ്യൂ എന്ന് പറയുന്നത് അല്ലേ, ദാറ്റ് ഈസ് 1/2. സോ യു ക്യാൻ ഓൾസോ യൂസ് ദിസ് മെത്തേഡ് ഓൾസോ. ഓക്കെ, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഇൻറ്റഗ്രൽ ആൻഡ് ദ കോണ്ടൂർ ഈസ് എ unicircle അല്ലേ. സോ സിംഗുലർ പോയിന്റ്സ് ആർ അറ്റ് 2z plus 1 into z minus 3 is equal to 0. That means 2z minus 1 0 ആകാം, അല്ലെങ്കിൽ z minus 3 0 ആകാം. If 2z minus 1 is 0, 2z is equal to 1, that is z is equal to 1/2. And if z minus 3 is equal to 0, z is equal to 3 അല്ലേ. സോ നമുക്ക് എന്താണ്, the contour is a unicircle. So z is equal to 3 is outside the contour. So we have to consider only the z is equal to 1/2 point. നമ്മുടെ സിമ്പിൾ പോളിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് z minus z0, that is z minus 1/2. നമ്മുടെ ഫംഗ്ഷൻ cos 2π z ഡിവൈഡഡ് ബൈ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കുക, നമ്മുടെ ഫാക്ടറൈസ് എഴുതണം കേട്ടോ, ഫാക്ടറൈസ് എഴുതണം. ദാറ്റ് ഈസ് z minus 1/2 എഴുതുമെന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, 2z minus 1 ഡിവൈഡ് ബൈ ഒരു 2 കൂടെ വരും അല്ലേ. 2z minus 1 നമ്മൾ ആക്ച്വൽ ഫംഗ്ഷൻ പറയുന്നത്, 2z minus 1 ആണ് ആക്ച്വൽ ഫംഗ്ഷൻ പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ 2z minus 1 ഡിവൈഡ് ബൈ ഒരു 2 കൂടെ വരും. ആ 2 ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടി എന്ത് ഞാൻ കൊടുത്തത്, പുറത്തൊരു എക്സ്ട്രാ 2 കൂടെ കൊടുത്ത്. ശ്രദ്ധിക്കുക, നിങ്ങൾ അല്ലെങ്കിൽ വെറുതെ z minus 1/2 എന്ന് എഴുതാൻ പാടില്ല, ഒരു 2 കൂടെ എഴുതണം. കാരണം 2 × 2 എന്ത് ചെയ്യാം, ക്യാൻസലായി പോകണം. അല്ലെങ്കിൽ ഇവിടെ എന്ത് വരും, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2z minus 1/2 കൂടെ വരും. പക്ഷെ അത് ശരിക്കും നമുക്ക് ഇല്ലല്ലോ. ആ 2 ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് 2 കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, z minus 1/2 z minus 1/2 ക്യാൻസലായി പോകുന്നു, എന്ത് ചെയ്യുക, ലിമിറ്റ് 1/2 അപ്ലൈ ചെയ്യുക. സിമ്പിൾ. നമുക്ക് cos π എന്ന് പറയുന്നത് 1 - 1 ആണെന്ന് അറിയാലോ, cos 180 അല്ലെങ്കിൽ cos π is 1 - 1. So we will get the residue as 1/5. So the answer is 2πi into 1/5. That is 2πi/5. Option C. Okay. You can also do this problem by, because നമുക്കൊരു സിമ്പിൾ പോൾ ആണ്, ക്യൂ ഒരു നമ്മുടെ ഫ്രാക്ഷൻ, അതായത് ക്യൂബ് p/q അല്ലെങ്കിൽ ഒരു q/h ഫോമിലാണ് കിടക്കുന്നത്. You can also follow this method also. ഓക്കെ, ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കാരണം എന്താണ്, സിമ്പിൾ പോളാണ് താനും ഫ്രാക്ഷൻ മുന്നേ കിടക്കുന്നതാനും. നിങ്ങൾക്ക് യു ക്യാൻ ഓൾസോ ഫോളോ ദിസ് മെത്തേഡ് ഓൾസോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. നോക്കുക, ഇതാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് z² - +1 0 ആണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് z² is equal to -1, ദാറ്റ് ഈസ് z is equal to +or - i. എന്താണ്, സിമ്പിൾ പോളാണ്. ദാറ്റ് ഈസ് നോക്കുക, കോണ്ടൂർ ഈസ് നോട്ട് ഗിവൺ. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഇസ് എ യൂണിസർക്കിൾ. സോ ബോത്ത് ദിസ് പോയിന്റ് +1i ആൻഡ് -i വിൽ ബി ഇൻ ദ സർഫസ് ഓഫ് ദി കോണ്ടൂർ. So we have to consider that points. So at +i, here we can use the
പി ബൈ ക്യൂ അല്ലെങ്കിൽ ജി ബൈ എച്ച് ഫോം. അറ്റ് പ്ലസ് ഐ എന്ന ഇ റേസ് ടു 3z ഫംഗ്ഷൻ ഡിവൈഡ് ബൈ ഇറ്റ്സ് ഇസഡ് സ്ക്വയർ പ്ലസിൻ്റെ ഡെറിവേറ്റീവ്. ഇസഡ് സ്ക്വയർ പ്ലസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2z വരും അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് z സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 2z അറ്റ് z ഈസ് ടു ഐ കൊടുക്കുക. ദാറ്റ് ഈസ് ഇ റേസ് ടു 3i ഡിവൈഡ് ബൈ 2i എന്ന് വരും. അതേപോലെ തന്നെ z ഈസ് മൈനസ് ഐ എന്ന് കൊടുക്കുക. സെയിം 3z ഡിവൈഡ് ബൈ 2z ഡെറിവേറ്റീവ് അറ്റ് z ഈസ് ടു മൈനസ് ഐ ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 3i ഡിവൈഡ് ബൈ മൈനസ് 2i. So these are the residue values of residue at plus I and minus I. So the value of the integral is equal to 2 pi I into sum of residues. That is 2 pi I into e raised to 3i divided by 2i minus e raised to minus 3i divided by 2i. That is e raised to 2 pi into e raised to 3i minus e raised to minus 3i divided by 2i. What is e raised to 3i minus e raised to minus 3i divided by 2i? നമുക്കറിയാം e raised to ix minus e raised to minus x divided by 2 എന്താണ്? sin x അല്ലേ? സോ ദിസ് വിൽ ബി എന്താണ്? sin x ന് പകരം sin 3 ആയിരിക്കും ഇത്. സോ 2 pi i ഇൻറ്റു sin 3 അതാണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഒരു 1/2 pi i ഉണ്ടായിരുന്നല്ലേ? സോ 1/2 pi i ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഒരു 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2 pi iയും 2 pi യും പോയിട്ട് നമുക്ക് sin 3 മാത്രം കിട്ടും. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺവേർഷൻ ഒരു നമ്മുടെ ഐ അപ്ലൈഡ് ദ ഓയിലർ ഐഡൻറ്റിറ്റി ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡ് ബൈ 2i എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നിരിക്കണം. then only you can conclude this as sin 3. So this is the a nice problem and the answer is sin 3. ഇനി ഇൻഫിനിറ്റിയിലെ മറ്റൊരു പ്രോബ്ലം ദാറ്റ് ഈസ് z ഡിവൈഡ് ബൈ z മൈനസ് ഐ ഇൻറ്റു z മൈനസ് ബി. ഹിയർ വി ക്യാൻ അപ്ലൈ ദിസ് ഫോർമുല ഡയറക്ട്ലി. ദാറ്റ് ഈസ് z ഡിവൈഡ് ബൈ z മൈനസ് ഐ ഇൻറ്റു z മൈനസ് ബി ആണ് ഫോർമുല എന്ന് പറയുന്നത്. ആൻഡ് നോക്കുക z ഡിവൈഡ് ബൈ ഞാൻ ഇത് എന്ത് ചെയ്തു? z പുറത്തെടുക്കുന്നു. ദാറ്റ് ഈസ് z ഇൻറ്റു ഇപ്പോൾ 1 മൈനസ് ഐ ക്യാൻ റൈറ്റ് 1 മൈനസ് എ ബൈ z. ഓക്കെ അല്ലേ? z മൈനസ് എ എന്ന് തന്നെ കിട്ടും. ഓൾസോ ഫ്രം ദിസ് ടൈം ഓൾസോ z ഇൻറ്റു ഐ ക്യാൻ റൈറ്റ് 1 മൈനസ് ബി ബൈ z എഴുതാൻ പറ്റും. സോ z ഇൻറ്റു z എന്താണ്? z സ്ക്വയർ. ഓക്കെ, ദെൻ അപ്ലൈ ദിസ് ഫോർമുല ദാറ്റ് ഈസ് മൈനസ് z ഇൻറ്റു എഫ് ഓഫ് z ദാറ്റ് ഈസ് മൈനസ് z ഇൻറ്റു ദിസ്. Then 1 this is z square. Okay, z square and z square get cancelled. This is z into z square and z square get cancelled. That is minus 1 divided by ബാക്കിയുള്ള മിച്ചമുള്ള എത്ര വരും? ഓക്കെ അല്ലേ? എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു 1/z ടേമിനെ കൊണ്ടുവരാൻ പറ്റി വിത്തൗട്ട് ഹാവിങ് എനി ടൈം ഇൻ ദ ന്യൂമറേറ്റർ. ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കാൻ നോക്കി മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ എ ബൈ ഇൻഫിനിറ്റി ഇൻറ്റു 1 ഡിവൈഡ് ബൈ ബൈ ഇൻഫിനിറ്റി. വാട്ട് ഈസ് നമുക്കറിയാം 1 ബൈ ഇൻഫിനിറ്റി ഈസ് 0. സോ ദിസ് ടൈം വിൽ ബി 0 ആൻഡ് ദിസ് ടൈം വിൽ ബി 0. സോ മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 0 ഇൻറ്റു 1 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് 1. സോ മൈനസ് 1 ഈസ് ദ ആൻസർ. So minus 1 is the answer. Okay. Then for this function, what is the pole at z is equal to 1 is of dash order. നോക്കുക, pole at z is equal to 1 അല്ലേ? സോ ഇവിടെയാണ് അല്ലേ? it is of pole of order 4 ആണ് അല്ലേ? pole of order 4 ആണ്, പവർ 4 അല്ലേ? സോ pole of order 4 ആണ്. സോ none of these are answer. Okay, then next the given function is sin z divided by z raised to 4 has a pole of order. നമുക്ക് പോൾ എവിടെ വരിക? പോൾ ഡെഫിനറ്റ്ലി അറ്റ് z equal 0 വരിക, കാരണം 1 വരത്തില്ല. കാരണം നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ z raised to 4 is equal to 0
ദാറ്റ് മീൻസ് z ഈസ് ഇക്വൽ ടു 0. സോ നിങ്ങൾ പോൾ ഓഫ് ഓർഡർ 4 അറ്റ് z ഈസ് 0 എഴുതരുത്. പോൾ ഓഫ് ഓർഡർ 4 അറ്റ് z ഈസ് 0 അല്ല ആൻസർ. z ഈക്വൽ 0 ഓക്കെയാണ്. നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഇസഡിനെ എക്സ്പാൻഡ് ചെയ്യുക. സൈൻ ഇസഡ് ഡിവൈഡ് ബൈ z റേസ് ടു 4. ദാറ്റ് ഈസ് സൈൻ ഇസഡ് ഈസ് z മൈനസ് z ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ പോവുകയാണല്ലേ, ഡിവൈഡ് ബൈ z റേസ് ടു 4. എന്ത് ചെയ്യുക, ഓരോ ടൈം ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് 1 ബൈ z ക്യൂബ് മൈനസ് ദെൻ 1 ബൈ z 3 ഫാക്ടോറിയൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഹിയർ ദ ഹയസ്റ്റ് ഓർഡർ ഈസ് നൗ 3, 4 അല്ല, highest order is now 3. So here actually it is a pole of order 3 at z is equal to 0. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോൾ ഓഫ് ഓർഡർ 4 അറ്റ് 0 എന്ന് എഴുതരുത്, എക്സ്പാൻഡ് ചെയ്യുക. ആക്ച്വലി ഇറ്റ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 3 അറ്റ് z is equal to 0 ആണ്. ഓക്കെ, താങ്ക് യു.